കണ്ണൻ എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ അതിങ്ങനെ ഒരു സങ്കട വാർത്ത കേൾക്കാനായിരിക്കും അപ്പോഴറിഞ്ഞില്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പുറപ്പെടുകയല്ലേ, പേടിക്കാനൊന്നുമില്ലെന്ന് ബാലേട്ടൻ പറഞ്ഞല്ലോ. ദേവേച്ചി സമാധാനിക്ക. ദേവേച്ചിയും കൂടി ഇങ്ങനെ ആയാൽ എങ്ങനെയാ? കണ്ണാ, സമാധാനിക്കടാ, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല. ശിവ, നീ ഹരി ഒന്നുകൂടെ ട്രൈ ചെയ്യടാ. കിട്ടുന്നില്ല എടുത്തി, ഔട്ട് ഓഫ് റേഞ്ചാ. അവന് നമ്മളോടൊന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു? ആരെ അറിയിക്കാതെ ഭാര്യയും കുട്ടി പോയിരിക്കുന്നു നട്ടപ്പാതിരയ്ക്ക്. ഈ ദിവസങ്ങളിലൊക്കെ അവരെ തനിച്ചല്ലേ വിട്ടിരുന്നത്. ക്ഷേത്രത്തിൽ വന്നത് തൊഴാൻ പോലും അവർക്ക് സമയമുണ്ടായില്ല. എന്നിട്ട് മതിയായില്ലേ? ശരി, പൊയ്ക്കോട്ടെ. ആരെങ്കിലും വേണ്ടെന്ന് പറയൂ. ഇവിടെ വന്നതിന് ശേഷം ഹരിയേട്ടൻ വേറൊരാളാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നോട് ശരിക്കും മിണ്ടിയിട്ടുകൂടില്ല. ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല. വെളുപ്പം കാലത്ത് എങ്ങനെയാണ് അവർ വരുന്നതെങ്കിലും നീ ഒരു ടാക്സി പിടിക്കും ശിവ, നമുക്ക് പോവാം. കുറച്ചുകൂടെ കാക്ക എടുത്തി. ശരി, ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. അതിൽ കൂടുതൽ പറ്റില്ല. അമ്മേ, അമ്മേ. ചേച്ചി, ചേച്ചി പൾസ് റേറ്റ് ലോയാണ്, പ്രഷറും താന്നിട്ടുണ്ട്. ഷുഗറിനും പ്രഷറിനും ഒക്കെ മരുന്നെടുക്കുന്ന ആളല്ലേ? അതെ. രാംദാസ് ഡോക്ടറുടെ പേഷ്യന്റ് ആണല്ലേ? ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തു. രാംദാസ് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ വിഷമിക്കേണ്ടി വന്നേനെ. ആളെ തിരിച്ചു കിട്ടില്ലായിരുന്നു. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് നോക്കാം. ദീപുവിനെ വിളിച്ചൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാൻ പറ. എന്താ പറ്റി? എല്ലാരും എന്തോ കരഞ്ഞു മാറ്റി നിൽക്കുന്നേ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? നീ ഇത് എവിടെയായിരുന്നു ഹരി? ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? പോട്ടെ, വിളിച്ചിട്ട് ഫോണെങ്കിലും ഒന്ന് എടുത്തൂടെ? ഫോൺ സൈലന്റ് ആയിരുന്നു, തിരിച്ചു വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അത് ഞങ്ങൾ ധൃതി പിടിച്ചു വന്നത്. വേണ്ട, ഇനി വിശദീകരണമൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു പരിധി വേണം. ഇത് ഇത്തിരി കൂടുതലാ. ഞങ്ങൾ എന്ത് ചെയ്തു? രാത്രി എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം തോന്നി. നിങ്ങളെല്ലാരും ഉറങ്ങിയെന്ന് കരുതി വിളിച്ചില്ല, അറിയിച്ചതുമില്ല. അത് ഇത്ര വലിയ തെറ്റാണോ? ഒരു തെറ്റുമില്ല. എന്തായാലും എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം എടുത്തിട്ട് വാ ഹരി, നമ്മൾ ഇറങ്ങുക. എന്താ എടുത്ത കാര്യം? എടാ, അമ്മ ഹോസ്പിറ്റലിലാ. എന്താ അമ്മയ്ക്ക്? അതൊന്നും അറിയില്ല. തലവിറക്കമാണെന്ന ബാലേട്ടൻ പറഞ്ഞത്. നീ ചെന്ന് വേഗം ബാഗൊക്കെ എടുത്തിട്ട് വാ. റൂമൊക്കെ ചെയ്തോ? ആ, വിവരങ്ങളൊക്കെ ദീപോട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വേഗം വാ. ഒന്നുമില്ല, കരയല്ലേ? എല്ലാവരും കൂടി ബഹളം വെക്കില്ലേ? ഞാൻ പോകാൻ പാടില്ലായിരുന്നു. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണമായിരുന്നു. എന്റെ തെറ്റാ, എന്റെ തെറ്റാ. ആരുടെയും തെറ്റല്ല ദേവി. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടായിരിക്കും. അതിപ്പോ നമുക്കാർക്കും തിരക്കാൻ പറ്റില്ലല്ലോ. കരയല്ലേ മോളെ, ചേച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മയൊന്നും എനിക്ക് കാണണമല്ല ചേട്ടാ. ഇപ്പൊ കാണാൻ പറ്റില്ല. കാണാം, അമ്മ ഐസിയുല്. ശരിക്കും എന്താ വലിയേട്ടാ ഉണ്ടായത്? എടാ, ഞാൻ ചെന്ന് നോക്കുമ്പോ അമ്മ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉറങ്ങായിരിക്കുമെന്ന് ആദ്യം കരുതിയത്. പിന്നെ വിളിച്ചപ്പോ വിളി കേൾക്കെ കണ്ണു തുറക്കം ചെയ്യാതായപ്പോ ഞാനാകെ പേടിച്ചുപോയി.
കാലൊക്കെ തണുത്തിരിക്കണത് പോലെ. എപ്പോഴായിട്ടാ ഇതുണ്ടായ? ഏതാണ്ട് 9-9:30 മണിയെ കാണും. അപ്പൊ തന്നെ ടാക്സി വിളിച്ച് ഞങ്ങൾ ഇതിന് കൊണ്ടുപോകുന്നു. അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഞങ്ങൾ ഒന്നും അറിയാതെ അവിടെ ആഘോഷിക്കായിരുന്നു. കരയല്ലേ കണ്ണ? ഈശ്വര, ഇങ്ങനൊരു ചിന്ത ഹരിയുടെ മനസ്സിലുണ്ടായ ഇനി അത് മതി, സ്വസ്ഥതയില്ലാതാവാൻ. ഹരി, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. എന്തായാലും പേടിക്കാനൊന്നുമില്ലല്ലോ. കണ്ണു പറഞ്ഞു നേരെ. അമ്മ ഇവിടെ ജീവന് വേണ്ടി പെടയുന്ന നേരത്ത് നമ്മളവിടെ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. നമ്മളാരും ഒന്നും അറിഞ്ഞോണ്ടല്ലോ. നീ ഇങ്ങനെ കരയാതെ, ഇത് ഹോസ്പിറ്റലാ. മോളിരിക്കും, പേടിക്കണ്ട. ചേച്ചിയെ സ്ഥിരമായി നോക്കുന്ന രാംദാസ് ഡോക്ടർ വന്നിട്ടുണ്ട്. അമ്മ എവിടെ? നിങ്ങൾ വരുന്നതിന് 5 മിനിറ്റ് മുമ്പാ പോയത്. ഇന്നലെ രാത്രി മുഴുവനോട് ഉണ്ടായിരുന്നു. അപ്പച്ചിക്ക് ഗുളികയൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരുന്നോ? അതൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലെ ഗുളിക മാത്രം കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് അമ്മയ്ക്ക് ഇതുപോലെ തളർച്ചയും ബോധക്കേടും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ. ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് മാറാറുള്ളതാ. എന്നിട്ട് ഇതിപ്പോ എന്താ പറ്റിയ? അറിയില്ല. എന്തായാലും രാംദാസ് ഡോക്ടർ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഡോക്ടർ പറയും. നിങ്ങൾ പോയ ശേഷം അമ്മ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. രാത്രി ഞാൻ വരുമ്പോ പകലിന് എന്താണ് ഇത്ര നീളമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വന്നപ്പോ അമ്മ കിടക്കായിരുന്നു. അന്നത്തെ ദിവസം സാവത്തിനമ്മയ്ക്ക് വയ്യായിരുന്നെന്നും എഴുന്നേൽപ്പിച്ചിരുത്താൻ ആരുമില്ലാതെ കാലത്ത് മുതൽ കിടന്ന് കിടപ്പായിരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ എഴുന്നേൽപ്പിച്ചിരുത്തി. പിന്നെ താൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലായിടത്തും മാറ്റി മാറ്റി ഇരുത്തുമായിരുന്നെന്നും താൻ എപ്പോഴാ വരണമെന്നും ഒക്കെ ചോദിച്ചു. ഞാൻ പോവാൻ പാടില്ലായിരുന്നു. അമ്മയെ വിട്ടിട്ട് ഞാൻ പോയത് വലിയ തെറ്റായി പോയി. ഏയ് ദേവി, ഇനി ഓക്സിജൻ മാസ്ക് വെക്കണ്ട, സ്ട്രൈറ്റ് ആയിട്ട് മൃഗത്തിലെടുത്തോട്ടെ. യൂറിൻ മെഷർ ചെയ്യണം കേട്ടോ. യെസ് ഡോക്ടർ, മെഷർ ചെയ്തു. ഔട്ട്പുട്ട് എത്രയുണ്ട്? നോർമലാ. ഓക്കെ. റിലേറ്റീവ്സിനോ മറ്റോ കാണണമെന്ന് പറഞ്ഞാൽ അലോ ചെയ്തോളൂ. പക്ഷേ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയണം. യെസ് ഡോക്ടർ. ഓക്കെ. പേടിക്കുന്ന പോലെ പ്രഷറും ഷുഗറും ഒക്കെ നോർമലായിട്ടുണ്ട്. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാം. ഡോണ്ട് വറി. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇനി ഇൻസുലിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇൻസുലിനൊക്കെ ആവുമ്പോ ഇൻസുലിൻ കേട്ട് പേടിക്കണ്ട. ഇത് പേഷ്യന്റിന് സ്വയം എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് കൈക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. ദേവിക്കും എടുക്കാം, ഒരു ടെൻഷനും വേണ്ട. ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണാമോ ഡോക്ടർ? പിന്നെന്താ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിക്കൊള്ളണം. ഇവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു തവണ ഒന്ന് കയറി കണ്ടോട്ടെ. ഓക്കെ ഓക്കെ, കാണുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് സമയം നിൽക്കാതെ ഇറങ്ങിക്കൊള്ളണം. താങ്ക് യു ഡോക്ടർ. വരട്ടെ. അപ്പച്ചി, അപ്പച്ചി, ഇന്നലെ രാത്രി മുഴുവൻ ഐസിയുൽ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം അമ്മയ്ക്ക് എന്തായിട്ടാ സംഭവിച്ചത്? അറിയില്ല ഹരി. സാധാരണ ഗുളിക കൊടുക്കാൻ മറന്നാലോ ഷുഗർ ലെവൽ താന്നാലോ തളർച്ച തോന്നുന്നുണ്ടെന്ന് അമ്മ പറയാറുള്ളതാ.
അപ്പൊ നമ്മൾ മധുരം കൊടുക്കുക മറ്റോ ചെയ്ത് അതങ്ങ് മാറ്റം ചെയ്യാറുള്ളതല്ലേ? ഇന്നലെ എപ്പോഴും അങ്ങനെ ആയതെന്നറിയില്ല. ഞാൻ വന്നപ്പോ അമ്മ മുറിയിൽ ബോധം കെട്ട് കിടക്കായിരുന്നു. എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല. അല്ല, ഈ സമയത്ത് അച്ഛനും അമ്മയും വീട്ടിലില്ലായിരുന്നോ? ഞാൻ ഉച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് ഇടം വരെ പോയതാ. ബാലം വരുന്നതിന് കുറച്ച് മുമ്പ് വന്നത്. മുറിച്ച് നോക്കിയപ്പോ ചേച്ചി ഉറങ്ങാണെന്ന് തോന്നി. ഞാൻ മൂന്നാറിലേക്കൊന്നും നിങ്ങളോടൊപ്പം വരരുതായിരുന്നു. അമ്മ, അമ്മ, അപ്പച്ചി, അമ്മ, നീ വന്നു. ഞാൻ വന്നമ്മ. നീ ഇനി അമ്മയെ വിട്ട് എങ്ങോട്ടും പോകരുതേ മോളെ. ഞാനിനി അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് എന്താ പറ്റിയ? വൈകുന്നേരം വല്ലാത്തൊരു തളർച്ച തോന്നി. ശങ്കറിനെ വിളിക്കും മുമ്പേ നാവ് കൊഴിഞ്ഞുപോയി, തൊണ്ട വരണ്ടു. ഉച്ചക്കമ്മ എന്താ കഴിച്ച? ആഹാരമൊന്നും എനിക്കൊരു രുചിയും തോന്നിയില്ല. ഗുളികയും കഴിച്ചിട്ടില്ല. ഗുളികയും കഴിച്ചില്ലേ? ഞാനെല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിരുന്നതാണല്ലോ. അമ്മായി ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. അവള് മറന്നതാ തോന്നണേ. എനിക്ക് ഓർമ്മയില്ല. സമയത്ത് ആഹാരവും ഗുളികയും കഴിച്ചില്ലെങ്കിൽ തളർച്ച വരുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഞാൻ എന്നെ തനിച്ചാക്കിയിട്ട് ഇനി എങ്ങോട്ടും പോവില്ലേ. നീയില്ലേല് ഞാൻ ചത്തുപോകും മോളെ. ഇല്ലമ്മ, എന്നോട് പൊറുക്ക്. അമ്മയെ വിട്ടിട്ട് ഞാനിനി എങ്ങോട്ടും പോവില്ല. ബാല, നിങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് പോകേണ്ടി വരുമെന്ന് ഞാനാകെ പേടിച്ചുപോയി. എന്റെ മക്കളുടെ മുഖം പോലും കാണാൻ പറ്റാതെ കണ്ണടയ്ക്കേണ്ടി വരുമെന്നോർത്ത് അമ്മയ്ക്ക് അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഞാനിനി അമ്മയെ വിട്ടിട്ട് ഒരിടത്തേക്കും പോവില്ല അമ്മ. അങ്ങനെയൊന്നും അമ്മയെ ഞങ്ങളെ വിട്ട് കളയില്ല. ഞാൻ ഇതിനൊക്കെ കാരണം. ഇനി ഇങ്ങനൊരു അബദ്ധം ഉണ്ടാവില്ല. സമയായേ?